ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയ ഒരു ഹിന്ദി സീരീസാണ് ദ ഫാമിലി മാൻ. ആകെ 10 എപ്പിസോഡ്സാണ് സീസൺ 1-ലുള്ളത്. ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ സീരീസ് കണ്ടു തീർത്തത്. എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ സാധാരണമായൊരു അന്തരീക്ഷത്തിൽ മെനഞ്ഞെടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ പോലെ തോന്നി. ഇതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മലയാളി നടൻ നീരജ് മാധവാണ്. അദ്ദേഹം ഒരു മലയാളി ക്യാരക്ടറായി തന്നെയാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസാണ്. ഇത് 2019-ലായിരുന്നു റിലീസായത്. ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രാജ് ആൻഡ് DK എന്നറിയപ്പെടുന്ന രാജ് നിതിമോരു ആൻഡ് കൃഷ്ണ DK എന്നിവരാണ്. ഈ സീരീസിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് മനോജ് ബാജ്പേയി ആണ്. അദ്ദേഹം ശ്രീകാന്ത് തിവാരി എന്നൊരു മിഡിൽ ക്ലാസ് മാൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. ശ്രീകാന്ത് തിവാരി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA-യുടെ കീഴിലുള്ള ഒരു ത്രെറ്റ് അനാലിസിസ് ആൻഡ് സർവൈലൻസ് ടാസ്ക് എന്നൊരു സാങ്കല്പിക ബ്രാഞ്ചിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റോൾ ചെയ്തിരിക്കുന്നത് പ്രിയാമണിയാണ്. സുചിത്ര എന്നാണ് അവരുടെ റോളിൻ്റെ പേര്. ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മാരേജാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്, ധൃതി, അദർ എന്നിവർ. എപ്പിസോഡ് 1-ൻ്റെ പേര് ദ ഫാമിലി മാൻ എന്ന് തന്നെയാണ്. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കൊച്ചി തീരത്തെ ഒരു കടൽ കാണിച്ചുകൊണ്ടാണ്. 3 മലയാളികൾ ലക്ഷദ്വീപിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവർ അവിടുത്തെ ഒരു ഫിഷിംഗ് ബോട്ട് ഹൈജാക്ക് ചെയ്ത് കൊച്ചിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ബോട്ടിലെ ക്യാപ്റ്റനെ അവർ ഓൾറെഡി കൊന്നിരുന്നു. ഒരു സഹായിയാണ് ഇപ്പോൾ ബോട്ട് ഓടിക്കുന്നത്. ഇതിനിടയിൽ കോസ്റ്റ് ഗാർഡ്സ് അവരെ സംശയം തോന്നി കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കാര്യമാക്കാതെ ബോട്ട് മുന്നോട്ടെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കൊച്ചി തീരത്തോടടുത്തു എന്ന് മനസ്സിലാക്കിയ ആ സഹായി അവർ 3 പേരുടെയും കണ്ണു വെട്ടിച്ച് കടലിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുന്നു. ഈ 3 പേർക്കും ബോട്ട് ഓടിക്കാൻ അറിയാത്തതിനാൽ ബോട്ട് അവിടെ നിന്നു പോകുന്നു. അതിനിടയിൽ അവർ 3 പേരും തമ്മിൽ വാക്ക് തർക്കവും ഉണ്ടാകുന്നുണ്ട്. മൂസ, അബൂബക്കർ, ആസിഫ് എന്നിവരാണവർ. ആസിഫിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇപ്പോൾ ഇതിനായി ഇറങ്ങിയിരിക്കുന്നത്. മൂസ പറയുന്നുണ്ട്, ആസിഫെ, ഇപ്പോൾ ഇതിനായി ഇറങ്ങണ്ട, നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. എന്നാൽ ആസിഫ് അവരോട് പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്നാണ്. സംസാരത്തിനിടയിൽ അവർ ഒരുപാട് തെറിവാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ട ആസിഫ് അവരുടെ കൈവശമുണ്ടായിരുന്ന തോക്കുകൾ അടങ്ങിയ ബാഗ് എടുക്കുന്നു. മൂസ അയാളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അബദ്ധം കാണിച്ചാൽ നമ്മളിവിടെ കൊല്ലപ്പെടും എന്നാണ് മൂസ പറയുന്നത്. ആസിഫ് ഇതൊന്നും കേൾക്കാതെ തോക്കെടുത്ത് വെടിവെക്കാൻ പോകുന്നു. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ട മൂസ ആയുധങ്ങളടങ്ങിയ ബാഗ് കടലിലേക്ക് എറിയുന്നു. ഇത് കണ്ട് ആസിഫ് മൂസയെ തല്ലുന്നു. അവസാനം 3 പേരും കോസ്റ്റ് ഗാർഡിൻ്റെ പിടിയിലായി. അടുത്ത സീൻ മുംബൈയാണ് കാണിക്കുന്നത്. രാവിലെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ശ്രീകാന്തിനോട് ഭാര്യ സുചിത്ര ടേബിളിൽ വച്ചിരിക്കുന്ന ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അടയ്ക്കാൻ ലേറ്റായ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനും പറയുന്നുണ്ട്. ഇന്ന് ഓഫീസിൽ നേരത്തെ എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് കുട്ടികളെ സ്കൂളിലാക്കാനും ആവശ്യപ്പെടുന്നു. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ ശ്രീകാന്ത് കുട്ടികളെ സ്കൂളിലാക്കാമെന്ന് പറയുന്നു. സുചിത്ര സൗത്ത് ഇന്ത്യൻ ആയതിനാൽ ഇഡ്ഡലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കുന്നത്. ശ്രീകാന്തിനും കുട്ടികൾക്കും ഇഡ്ഡലി ഇഷ്ടമല്ലാതെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുന്നു. ബ്രെഡ് സാൻഡ്വിച്ചിൽ ചീസ് ഇഷ്ടമില്ലാതെ മകൾ ധൃതി അതും കഴിക്കുന്നില്ല. സ്കൂളിലേക്കുള്ള വഴിയിൽ ധൃതി ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കുന്നു. ഫോണിന് പുറത്തും ഒരു ലോകമുണ്ട്, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഒന്ന് നോക്കണമെന്ന് ശ്രീകാന്ത് ധൃതിയോട് പറയുന്നു. ഞാൻ അയച്ച ഫ്രണ്ട് റിക്വസ്റ്റ് നീ എന്താ ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ പപ്പ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ പപ്പയാണ് എന്നാണ് അവൾ പറയുന്നത്. പിന്നെ ധൃതിയും അനിയൻ അഥർവും കാറിൽ ഇരുന്ന് തല്ലുപിടിക്കുന്നുണ്ട്. വഴക്കിനിടയിൽ തെറിവാക്ക് പറയുമ്പോൾ ശ്രീകാന്ത് അവരെ വഴക്ക് പറയുന്നു. ഇത്ര നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ബാഡായി ബിഹേവ് ചെയ്യുന്നത് എന്താണ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. കാറിൽ AC വർക്ക് ചെയ്യുന്നില്ല, അതിനാൽ ഇനി എന്നാ നമ്മൾ പുതിയ കാർ വാങ്ങുന്നത് എന്ന് അഥർവ് ചോദിക്കുമ്പോൾ നീ വലുതായി IT കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ എന്ന് പറയുന്നു. എന്നാൽ പപ്പ സർക്കാർ ജോലി വിട്ട് IT കമ്പനിയിൽ ജോയിൻ ചെയ്യൂ എന്നാണ് അവൻ പറയുന്നത്. പെട്ടെന്ന് ട്രാഫിക് സിഗ്നലിലെത്തുമ്പോൾ ഇവരുടെ കാറിൻ്റെ മിററിൽ ഒരു ബൈക്കുകാരൻ വന്നിടിക്കുന്നു. ശ്രീകാന്ത് പെട്ടെന്ന് അയാളെ തെറി വിളിച്ചു പോകുന്നു. പിന്നെ കുട്ടികൾ അടുത്തുണ്ട് എന്നോർക്കുമ്പോൾ അയാളോട് സോറി പറഞ്ഞ് നന്നായി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നു. കാർ ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവുന്നുമുണ്ട്.
ഓഫീസിൽ ലേറ്റായി എത്തുന്നതിന് ഓഫീസർ വിളിക്കുമ്പോൾ വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അവരെ ഹോസ്പിറ്റലിലാക്കിയത് കൊണ്ടാണ് ലേറ്റായത് എന്ന് കള്ളം പറയുന്നു. ഓഫീസിൽ ശ്രീകാന്തിനെയും അയാളുടെ സഹായി ജെ.കെയെയും ഓഫീസർ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു. IS തീവ്രവാദികൾ എന്ന് സംശയിക്കുന്ന 3 മലയാളികൾ കൊച്ചി കോസ്റ്റ് ഗാർഡിൻ്റെ പിടിയിലായിട്ടുണ്ട്. ട്രിവാൻഡ്രം ബസ് കത്തിക്കൽ കേസിൻ്റെയും മൈസൂർ ഹൈക്കോർട്ട് ബ്ലാസ്റ്റിൻ്റെയും ഒക്കെ പിന്നിൽ ഇവരാണോ എന്ന് സംശയിക്കുന്നുണ്ട്. 3 പേരുടെയും പേരിൽ ക്രിമിനൽ കേസസുമുണ്ട്. മൂസ റഹ്മാൻ ഫ്രം കാസർഗോഡ്, 24 years ഏജ്, സ്റ്റഡീഡ് ഇൻ IIT കാൺപൂർ എന്ന റെക്കോർഡ് വായിക്കുന്നുണ്ട് ശ്രീകാന്ത്. കോസ്റ്റ് ഗാർഡ് ഒരാഴ്ചത്തേക്ക് അവരെ നമ്മുടെ കസ്റ്റഡിയിൽ തരും. അതിനാൽ നിങ്ങൾ എയർപോർട്ടിൽ പോയി അവരെ റിസീവ് ചെയ്യണം എന്ന് പറയുന്നു. ശ്രീകാന്ത് ഓഫീസറിനെ അയാളുടെ ഹോം ലോണിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്ന് ഒരു ജൂനിയർ അനലിസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്, അവരെ ആരെങ്കിലും ഒരു ഓറിയൻറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നു. ഐ വിൽ ഡു ഇറ്റ് സർ എന്ന് JK ചാടി പറയുന്നു. സോയ എന്നൊരു പെൺകുട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് JKയ്ക്ക് അറിയാമായിരുന്നു. അയാൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശ്രീകാന്തിനെ പരിചയപ്പെടുത്താൻ വന്നപ്പോൾ ഇതാണോ ശ്രീകാന്ത് തിവാരി സാർ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ കേസ് സ്റ്റഡി പഠിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ട് ശ്രീകാന്ത് JKയ്ക്ക് മുന്നിൽ അല്പം വെയിറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. രാജ്യത്ത് എന്തെങ്കിലും അറ്റാക്ക് നടക്കാൻ പോകുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ച് ഇൻഫോം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന ജോബ് എന്നും സോയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത്, JK തൽപോട, സോയ ഇവർ 3 പേരും കൂടി കൊച്ചിയിൽ നിന്നും കൊണ്ടുവരുന്നവരെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ പോകുന്നു. ഇബ്രാഹിം പാഷ എന്നൊരു ഓഫീസറാണ് അവിടെ അവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നത്. ഇബ്രാഹിം പാഷ കുറച്ച് സ്ട്രെയിഞ്ചായാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ലേറ്റ് ആവുന്നതിനാൽ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതിനിടയിൽ ശ്രീകാന്തിന് അയാളുടെ മകൾ ധൃതിയുടെ സ്കൂളിൽ നിന്നും കോൾ വരുന്നു. ധൃതി ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു, അത് സ്കൂളിൻ്റെ ഡിസിപ്ലിന് യോജിച്ചതല്ല എന്നൊക്കെ പറയുന്നു. ധൃതിയോട് അമ്മയെ വിളിക്കാൻ പറയുമ്പോൾ അമ്മ വന്നാൽ ആകെ പ്രശ്നമാകും, പപ്പ വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അയാൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ JK വേഗം എത്താൻ പറഞ്ഞ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഫ്രണ്ട് JK ഡിവോഴ്സ് കഴിഞ്ഞ് ഡിപ്രഷനിലാണ്, അതിനാൽ കോൾ എടുത്തില്ലെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ ഫ്ലൈറ്റ് വന്നിരുന്നു. തീവ്രവാദികളെ ടാസ്കിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇബ്രാഹിം പാഷയുടെ കാർ മുന്നിലും JKയും സോയയും പിന്നിലുമായി പോകുന്നു. പെട്ടെന്ന് വാനിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച് അവർ രക്ഷപ്പെടുന്നു. അവരെ പിടിക്കുന്നതിനായി തോക്കുമായി ഇവരും പിറകെ ഓടുന്നു. അങ്ങനെ ഓട്ടത്തിനിടയിൽ 3 തീവ്രവാദികൾക്കും വെടിയേറ്റു. അബൂബക്കറും ആസിഫും വെടിയേറ്റ് വഴിയിൽ വീണു. മൂസ കയ്യിലേറ്റ പരുക്കുമായി ഒരു പഴയ ചർച്ചിൽ കയറി ഒളിക്കുന്നു. ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ വെടിവെക്കാനും നോക്കുന്നു. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ എത്തി മൂസയെ അമ്മയുടെ പേര് പറഞ്ഞ് ഇമോഷണലി ഡൗൺ ആക്കിയ ശേഷം അവനെ പുറത്തെത്തിക്കുന്നു. അബൂബക്കർ മരിച്ചുപോയി. ആസിഫ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാകുന്നു. സോയ ശ്രീകാന്തിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ JK പെട്ടെന്ന് അയാളുടെ വൈഫിൻ്റെ കാര്യം പറയുന്നു. സുജി കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളെ എപ്പോൾ പിക്ക് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ ഗേറ്റിൽ എത്തി കുട്ടികൾ എൻ്റെ മുന്നിലുണ്ടെന്ന് കള്ളം പറയുന്നു. സുചിത്ര ഓൾറെഡി കുട്ടികളെ പിക്ക് ചെയ്തിരുന്നു. അതിനാൽ ധൃതിയും അഥർവും അല്ലാതെ നിങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അടുത്ത സീനിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനാണ് കാണിക്കുന്നത്. ISISൻ്റെ തലവൻ ഫൈസാനെ കാണാനായി സമീർ എന്ന ഒരാൾ വരുന്നു. സിറിയയിൽ നിന്ന് അയച്ചവർ കൊച്ചിയിൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ഭീകരവാദമൊന്നും കണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവോക്ക് ആവുന്നില്ല. അതിനാൽ ഇന്ത്യയിൽ ആൾനാശമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിന് വരൂ എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിനായി മിഷൻ സുൽഫിക്കർ എന്നൊരു പദ്ധതി മനസ്സിൽ കാണുന്നു എന്നും സമീർ പറയുന്നു. അടുത്ത സീനിൽ ശ്രീകാന്തും JKയും ഒരു ബാറിലിരുന്ന് സംസാരിക്കുന്നു. ശ്രീകാന്തിന് മുംബൈയിൽ സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. JK പറയുന്നു അതിൻ്റെ ആവശ്യമില്ല, മുംബൈയിൽ റെൻറ്റിന് താമസിക്കുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ തിരക്കിൽ അടഞ്ഞു പോകുമെന്ന്. എന്നാൽ ശ്രീകാന്തിന് ഭാര്യ സുചിത്രയ്ക്കും മക്കൾക്കും വേണ്ടി സ്വന്തമായൊരു അപ്പാർട്ട്മെൻറ്റ് വേണം എന്നാണ് ആഗ്രഹം. JK തമാശയായി നമുക്ക് രാത്രി ആരും അറിയാതെ ബാങ്കോക്കിൽ പോയി അടിച്ചു പൊളിക്കാമെന്ന് പറയുന്നു. സുചിത്രയെ വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്.
രാത്രി വീട്ടിലെത്തുന്ന ശ്രീകാന്തിനോട് സുചിത്ര ധൃതിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. സ്കൂളിൽ ടാബ്ലറ്റ്സ് കൊണ്ടുപോയി മറ്റു കുട്ടികൾക്കും കൊടുക്കുന്നു. അവൾ നിങ്ങളെപ്പോലെ തന്നെ വായെടുത്താൽ നുണ മാത്രമേ പറയുള്ളൂ എന്നും സുചിത്ര പറയുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞു, ഇതേക്കുറിച്ച് സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എണീറ്റ് പോയെന്ന്. എനിക്ക് ജോലി സ്ഥലത്ത് പെട്ടെന്ന് എത്തേണ്ടതുണ്ടായിരുന്നു, അതാണ് പോയതെന്ന് ശ്രീകാന്ത് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല എന്ന് പറഞ്ഞ് സുചിത്ര പോകുന്നു. രാത്രി കിടക്കുമ്പോൾ ധൃതിയോട് സമാധാനത്തിൽ അമ്മയെ ബെസ്റ്റ് ഫ്രണ്ടായി കാണണമെന്ന് സുചിത്ര പറയുന്നു. പിന്നെ സുചിത്ര ആരോടോ വാട്സപ്പിൽ ചിരിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ രാത്രി ഒരാൾ സ്കൂട്ടറിൽ ബോംബ് ഫിറ്റ് ചെയ്ത് മുംബൈയിൽ തിരക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സംശയത്തോടെ ആ സ്കൂട്ടറിൽ വന്ന് നോക്കുന്നു. അവിടെ വെച്ച് എപ്പിസോഡ് 1 അവസാനിക്കുന്നു. ശ്രീകാന്ത് ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷന് വന്നിരിക്കുകയാണ്. ഡോക്ടർ ശ്രീകാന്തിനോട് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ കുറയ്ക്കണമെന്നും നോൺ വെജും ഫ്രൈഡ് ഫുഡും നിർത്തി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമെന്നും പറയുന്നു. അയാളുടെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഹൈ ആണ് എന്നും പറയുന്നു. അപ്പോഴേക്കും JK വിളിക്കുന്നു. മുംബൈയിൽ ഒരു സ്കൂട്ടറിൽ ബോംബ് വെച്ചിരിക്കുന്നു, വേഗം വരാൻ പറയുന്നു. എനിക്കെല്ലാം മനസ്സിലായി ഡോക്ടർ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. ഒരാൾ ബോംബ് നിർവീര്യമാക്കുന്നതിന് സേഫ്റ്റി ഡ്രസ്സൊക്കെ ധരിച്ച് ചെല്ലുന്നു. ബോംബ് വെച്ചിരിക്കുന്ന സ്കൂട്ടർ എവിടുന്നോ മോഷ്ടിച്ചതാണ്. അതിൻ്റെ നമ്പർ പ്ലേറ്റും ഫേക്കാണ്. അയാൾ അവിടെ ചെന്ന് ഒരു വയർ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നും സംഭവിക്കാതിരുന്നതിനാൽ ബോംബ് നിർവീര്യമായി എന്ന് വിചാരിച്ച് തംസപ്പ് ചെയ്ത് പോസിറ്റീവ് സൈൻ കാണിക്കുന്നു. ഹെൽമറ്റ് ഊരുന്നു. എന്നാൽ അടുത്ത നിമിഷം അത് പൊട്ടിത്തെറിച്ച് അയാൾ മരിക്കുന്നു. സോയ രാത്രി തന്നെ CCTV ഫൂട്ടേജ് എടുക്കാൻ ശ്രമിക്കുന്നു. JKയെയും ശ്രീകാന്തിനെയും അവരുടെ ബോസിനെയും അവരുടെ ഓഫീസർ ഫയർ ചെയ്യുന്നുണ്ട്. PM ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്നും പറയുന്നു. TASC ക്രിയേറ്റ് ചെയ്തത് തന്നെ അറ്റാക്സ് തടയാനാണ്. അതിനാൽ ഇത് നമ്മുടെ പരാജയമാണ്. നാളെ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നും പറയുന്നു. ശ്രീകാന്ത് മൂസയെയും ആസിഫിനെയും കാണാൻ പോകുന്നു. ആസിഫ് ഇപ്പോഴും കോമയിൽ തന്നെയാണ്. മൂസയുടെ റൂമിൽ അയാളെ പരിചരിക്കുന്ന നേഴ്സ് മലയാളി തന്നെയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു. അവർ നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കോട്ടയം എന്നും പേര് മേരി എന്നും പറയുന്നു. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ എത്തി മൂസയോട് സംസാരിക്കുന്നു. ഇവിടെ ലക്ഷറിയൊക്കെ ആസ്വദിച്ച് കിടക്കുവാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മൂസയുടെ അടുത്തിരിക്കുന്നു. മൂസ ചോദിക്കുന്നു, സാറിൻ്റെ അമ്മയുടെ മരണസമയത്ത് അവസാനമായി കാണാതിരുന്നതിനാൽ ഇപ്പോഴും വിഷമമുണ്ടോ എന്ന്. അയാൾ അങ്ങനെ നുണ പറഞ്ഞിരുന്നു മൂസയോട്. ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറയുന്നു. അതൊക്കെ അറേഞ്ച് ചെയ്യാം. ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് ISISൽ ചേർന്നതെന്ന്. മൂസ അല്പം ആലോചിച്ചിട്ട് പറയുന്നു, 3 വർഷം മുമ്പ്. ആസിഫാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇന്ത്യയിൽ നിന്നും അവിടെ എത്തിയവരൊക്കെ ഇപ്പോൾ അവിടെ കിടന്ന് നരകിക്കുകയാണ്. അവിടെ എത്തിയത് മുതൽ ഇങ്ങോട്ടേക്ക് വരാൻ ട്രൈ ചെയ്യുകയായിരുന്നു ഞാൻ. മൂസ എഡ്യൂക്കേറ്റഡ് ആയതിനാൽ തന്നെ ISISൻ്റെ വെബ്സൈറ്റ് മാനേജ് ചെയ്യുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അങ്ങനെ ആസിഫ് ഇന്ത്യയിൽ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അയാളോടൊപ്പം ഇവിടേക്ക് തിരിച്ചു വന്നു എന്നും പറയുന്നു. ആസിഫിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല, സംതിങ് ബിഗ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ അബുവും ആസിഫും മരിച്ചതിനാൽ ആ മിഷനും ഡെഡ് ആയില്ലേ എന്നാണ് മൂസ പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് ആസിഫ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ മൂസ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ കോമ സ്റ്റേജിൽ ആണ് എന്ന് പറയുമ്പോൾ സമാധാനിക്കുന്നു. അടുത്ത സീനിൽ ശ്രീകാന്തും അയാളുടെ ഓഫീസറുമായി കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അവർ തമ്മിലുള്ള സംസാരത്തിൽ അവരുടെ ഭാര്യമാർക്ക് അവർ TASCയിൽ ഇത്രയും റിസ്ക് ഉള്ള ഒരു ജോബാണ് ചെയ്യുന്നത് എന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇതേസമയം ബലോചിസ്ഥാനിൽ സമീറും മറ്റു തീവ്രവാദികളും തമ്മിൽ മിഷൻ സുൽഫിക്കർ നടത്തുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാൻ സക്സസ് ആയാൽ ഇന്ത്യ കൂടി നമുക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ആക്കാമെന്ന് പറയുന്നു. അടുത്ത സീൻ സുചിത്ര വർക്ക് ചെയ്യുന്ന കോളേജാണ് കാണിക്കുന്നത്. അരവിന്ദ് എന്ന സാറുമായി റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അരവിന്ദ് അവളെ ഈ ജോബ് വിട്ട് ഇതിലും നല്ലൊരു ജോബിലേക്ക് വരാൻ പറയുന്നു. പിന്നെ സുചിത്രയും അരവിന്ദും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് കുട്ടികൾക്കിടയിൽ ഒരു സംസാരമുണ്ട് എന്നും പറയുന്നു. സുചിത്ര പറയുന്നു, അങ്ങനെയൊന്നുമില്ല, തോന്നലാണെന്ന്.
പിറ്റേ ദിവസം ധൃതിയുടെ സ്കൂളിൽ അവളുടെ സസ്പെൻഷൻ മാറ്റാനായി പ്രിൻസിപ്പൽ സിസ്റ്ററിനെ കണ്ട് സംസാരിക്കുന്നതിന് ശ്രീകാന്തും ധൃതിയും പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ ബിൽഡിംഗ് അനധികൃതമായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ബുൾഡോസറുമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വരുന്നു. അത് കണ്ട് ശ്രീകാന്ത് പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ മുന്നിൽ വെച്ച് അയാളുടെ ഓഫീസറിനെ വിളിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് അയാളെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. അത് കണ്ടതും പ്രിൻസിപ്പൽ ഇംപ്രസ്സായി ധൃതിയുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. വീട്ടിൽ വരുമ്പോൾ ധൃതി അത് സുചിത്രയോട് പറയുന്നു. കുട്ടികൾ കേൾക്കാതെ സുചിത്ര പറയുന്നു, അവരെ അവിടെ കൊണ്ടുവന്നതും ഈ ഡ്രാമ കളിച്ചതുമെല്ലാം ശ്രീയുടെ പണിയായിരുന്നല്ലേ എന്ന്. യഥാർത്ഥത്തിൽ അയാൾ പ്രിൻസിപ്പലിനെ ഇംപ്രസ് ചെയ്യുന്നതിനായി അങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. സുചിത്ര പറയുന്നു, ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്ത് മറ്റൊരു ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 9 വർഷമായി സെയിം ജോബ് ചെയ്ത് മടുത്തു എന്ന്. ശ്രീകാന്ത് പറയുന്നു, കോളേജിൽ പോകുന്നത് കൊണ്ട് കുട്ടികളുടെ സ്കൂൾ വിടുമ്പോൾ തന്നെ നിനക്കിവിടെ എത്താൻ പറ്റുന്നത് കൊണ്ട് കുട്ടികൾ സേഫ് അല്ലേ എന്ന്. മറ്റേത് ജോലി ചെയ്താലും ഈ സൗകര്യം ഉണ്ടാവില്ലല്ലോ എന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണോ എന്നാണ് സുചിത്ര ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുന്നു. സെയിം കോളേജിൽ സെയിം ലെക്ചേഴ്സുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ ജോബ് വിടുന്നു എന്ന് സുചിത്ര പറയുന്നു. ഈ ടെൻഷൻ അടിക്കുന്ന ജോലി കളഞ്ഞ് മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ ശ്രീകാന്തിനോടും പറയുന്നു. അപ്പോഴേക്കും ശ്രീകാന്തിന് ഒരു റെഡ് മെസ്സേജ് വരുന്നു. അത് അവരുടെ ടീമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. ശ്രീകാന്ത് അയാളുടെ ഒഫീഷ്യൽ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് ചെന്ന് കോൺഫറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ഇനി ടെക് ഗെയിമിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹർഷാദ് ദലാൽ, ഹുസൈൻ ഗുദൂർ, റിയാസ് യൂനിസ് എന്നീ 3 പേരാണ് ഇതിന് പിന്നിൽ. അവർ 3 പേരും ഒരുമിച്ച് ഹജ്ജിന് സൗദിയിൽ പോയിരുന്നു. 4 ദിവസം ദുബായിൽ തങ്ങുകയും ചെയ്തു. അതിലൊരാൾ തുർക്കിയിലേക്ക് പോകാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് ISISുമായി കണക്ഷനുണ്ട്. അവർ ഒരുമിച്ച് കോൺഫറൻസ് മീറ്റിംഗ് നടത്താറുണ്ട്. മുംബൈ ബ്ലാസ്റ്റ് കഴിഞ്ഞ് ന്യൂസ് ചാനലുകളിൽ 1 മണിക്കൂറിനുള്ളിലാണ് വന്നത്. എന്നാൽ 10 മിനിറ്റിനുള്ളിൽ റിയാസ് ഈ സംഭവം അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നും പറയുന്നു. മീഡിയ അറ്റൻഷൻ ഇല്ലാതെ രഹസ്യമായി അവരെ പിടികൂടാൻ തീരുമാനിക്കുന്നു. അവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചെന്ന് അവരെ പിടിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുന്നു. അതിനിടയിൽ സുചിത്ര മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇന്നലെ പറഞ്ഞ കാര്യത്തിന് തീരുമാനമെടുക്കാൻ, അത് പിന്നെ സംസാരിക്കാമെന്ന് റിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തന്നെ സുചിത്ര ശ്രീകാന്തിനെ വിളിക്കുന്നു. കുട്ടികൾ എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങൾക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തിന് സമയമില്ലാതെ ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ബലോചിസ്ഥാനിൽ കോട്ട എന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ ക്ലിനിക്കിൽ നിന്നിറങ്ങി ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്നും ആപ്പിൾ വാങ്ങി തിരിച്ചു പോകുമ്പോൾ പേഴ്സ് അവിടെ വെച്ച് മറക്കുന്നു. മറ്റൊരാൾ അതെടുത്ത് പിറകെ ഓടിച്ചെന്ന് അത് അയാൾക്ക് കൊടുക്കുന്നു. അതിൽ ആരും കാണാതെ ഒരു പേപ്പർ കൂടി വയ്ക്കുന്നുണ്ട്. ആ ഡോക്ടർ ഇന്ത്യയുടെ ഒരു ചാരനാണ്. മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഡോക്ടർ അത് ഇന്ത്യയെ അറിയിക്കുന്നു. ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന മിഷൻ സുൽഫിക്കറിന് കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്നും പിടികൂടിയവർക്ക് ബന്ധമുണ്ട് എന്നും മെസ്സേജ് കൊടുക്കുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇതിൻ്റെ പ്രധാനി എന്നറിയുന്നു. സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അംജാദ് അലി, ഫെറോസ് അഹമ്മദ് എന്നീ 2 മുസ്ലിം യുവാക്കൾ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ കുറച്ചു പേർ തടഞ്ഞു നിർത്തി ബീഫ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരുടെ കയ്യിലുള്ള ഇറച്ചി മട്ടനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ബീഫാണെന്ന് പറഞ്ഞ് അവരെ അടിച്ചു കൊല്ലുന്നു. ഈ വാർത്ത വിക്ടോറിയ കോളേജിലെ PG സ്റ്റുഡൻറ്റ് കരീം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ട് ജൊനാലി വന്ന് അത് ഓഫ് ചെയ്ത് കളയുന്നു. കരീം ജൊനാലിയോട് ദേഷ്യത്തിൽ പറയുന്നു, ഇത്തരം പ്രവർത്തികൾക്ക് പ്രവർത്തി കൊണ്ട് തന്നെ തിരിച്ചടിക്കണമെന്ന്. വിക്ടോറിയ കോളേജിൻ്റെ മുന്നിൽ പോലീസ് ഒരു ചായക്കടക്കാരൻ്റെ വേഷത്തിൽ ഒരു സ്പൈയെ വയ്ക്കുന്നു. ആരും അറിയാത്ത രീതിയിൽ അയാളുടെ ഉന്തുവണ്ടിക്ക് മുന്നിൽ ഒരു ടെഡി ബെയറിനെ തൂക്കിയിട്ട് അതിൽ ഹിഡൻ ക്യാമറയും വയ്ക്കുന്നു. കരീം അവിടെ വന്ന് സിഗരറ്റ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. ചായ ചോദിക്കുമ്പോൾ അതിന് സമയമെടുക്കുമെന്നും പറയുന്നു. അടുത്ത സീനിൽ ശ്രീകാന്ത് മൂസയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നും എനിക്കെൻ്റെ അമ്മയെ കാണണമെന്നും മൂസ പറയുന്നു. അമ്മയെ അത്രയ്ക്കിഷ്ടമാണെങ്കിൽ നീ എന്തിനാണ് സിറിയയിൽ പോയതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. അതിന് മൂസ അല്പനേരം ആലോചിച്ചിട്ട് മറുപടി പറയുന്നു, എൻ്റെ ഫാമിലി, ഫാദർ, മദർ, സിസ്റ്റർ എല്ലാവരും കൂടി 2002 ബറോഡയിൽ താമസിക്കുന്ന അവരുടെ അങ്കിളിനെ കാണാൻ പോയി.
അപ്പോൾ അവിടെ നടന്ന കലാപത്തിൽ അക്രമകാരികൾ അങ്കിൾ, സിസ്റ്റർ, അയാളുടെ ഫാദർ എന്നിവരെ അടിച്ചു കൊന്നു കളഞ്ഞു. അമ്മയും അയാളും കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എന്നിട്ട് മൂസ ശ്രീകാന്തിനോട് ചോദിക്കുന്നു, സാറിൻ്റെ ഫാമിലിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ സാർ എന്ത് ചെയ്യുമെന്ന്. അയാൾക്ക് അത്തരം അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് മറുപടി പറയുന്നു. എന്നിട്ട് പറയുന്നു, അമ്മയെ കാണണമെങ്കിൽ മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന്. അടുത്ത സീനിൽ സുചിത്രയും അരവിന്ദും അവർ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ സിഇഒയെ വളരെ ഇൻഫോർമലായി ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നു. അവിടെ ജോയിൻ ചെയ്യുന്ന കാര്യത്തിൽ സുചിത്രയെ അരവിന്ദ് പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിക്കുന്നു. അടുത്ത സീനിൽ കരീം അൽത്താഫ് എന്നൊരാളുമായി സീക്രട്ടായി മീറ്റ് ചെയ്യുന്നു. അൽത്താഫ് കരീമിനെ അവരുടെ ടീമിലേക്ക് വിളിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കരീം പോകുന്നു. അടുത്ത സീനിൽ ശ്രീകാന്ത് ധൃതിയെയും അഥർവിനെയും കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഏതു നേരവും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധൃതിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന സംശയം തോന്നുന്ന ശ്രീകാന്ത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അവളുടെ വാട്സപ്പ് പരിശോധിക്കുന്നു. വിക്ടോറിയ കോളേജിൻ്റെ ഫ്രണ്ടിലെ പോസ്റ്റിലുള്ള ഒരു ബോക്സ് തുറന്ന് എന്തോ കരീം എടുക്കുന്നത് ചായക്കടക്കാരനായിരിക്കുന്ന പോലീസ് കാണുന്നു. അയാൾ കരീമിൻ്റെ പിറകെ പോയി അത് പകർത്തി TASCയുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കരീം അവിടെ നിന്നും എടുത്തത് ഒരു വീഡിയോ ഉള്ള ഒരു മെമ്മറി കാർഡായിരുന്നു. കരീമും കൂട്ടുകാരും അത് പ്ലേ ചെയ്ത് കാണുന്നു. ഒരു പൊളിറ്റീഷ്യൻ അയാളുടെ അനുയായികളോട് ഗോമാതാവിനെ ഉപദ്രവിക്കുന്നവരെ വെറുതെ വിടരുത് എന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു അത്. അത് കണ്ട് അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും കരീം പറയുന്നു. കരീമിനെ സംശയിക്കുന്നതിനാൽ കരീം അറിയാതെ അയാളുടെ റൂമിൽ ഹിഡൻ ക്യാമറ വയ്ക്കാൻ JK ഒരു ആരോഗ്യപ്രവർത്തകൻ്റെ വേഷത്തിൽ ഹോസ്റ്റലിൽ ചെന്ന് ഡെങ്കി ഫീവർ പകരുന്നതിനാൽ കൊതുകിനെ തുരത്താൻ പുക അടിക്കണമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നും കുട്ടികളെയൊക്കെ പുറത്താക്കി അവിടെയൊക്കെ പുക സ്പ്രേ ചെയ്യുന്നത് പോലെ വന്ന് കരീമിൻ്റെ റൂമിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും കരീം അവിടെ എത്തിയിരുന്നു. എന്നാൽ അയാൾ അറിയാതെ വിദഗ്ധമായി അവർ അത് അവിടെ ഫിറ്റ് ചെയ്യുന്നു. ഈ സീനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടിരിക്കാൻ. ശ്രീകാന്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അഥർവയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു. അതിനായി ശ്രീകാന്തിൻ്റെയും സുചിത്രയുടെയും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും എത്തുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ അമ്മയും സുചിത്രയുടെ അച്ഛനുമായി ഹിന്ദിയാണ് നല്ലത്, തമിഴാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ലാംഗ്വേജിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടാവുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ ഒരു കസിൻ സുചിത്രയോട് പറയുന്നു, ചെറുപ്പത്തിൽ ശ്രീകാന്ത് വലിയൊരു പൊസിഷനിലൊക്കെ എത്തി ഒരുപാട് പണം സമ്പാദിക്കുന്ന ഒരാളാകുമെന്നാണ് വിചാരിച്ചത് എന്ന്. എന്നാൽ ഇപ്പോൾ രാജ്യസ്നേഹം കൂടി അത് മാത്രമായി പണമില്ലാതായി എന്ന് പറയുന്നു. ഒരുപാട് പണം സമ്പാദിച്ച് രാജ്യത്തിൻ്റെ ഇക്കോണമിയെ ശക്തിപ്പെടുത്തിയാൽ അതും ഒരു രാജ്യസേവനമാണെന്നൊക്കെ അയാൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. സുചിത്രയുടെ ചാർജ് ചെയ്യാൻ വച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ മെസ്സേജുകൾ വരുന്നത് കണ്ട് നോക്കുന്ന ശ്രീകാന്തിന് അവൾക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നു. അയാൾ അതേപ്പറ്റി JKയോട് പറയുന്നു. കരീമിൻ്റെ റൂമിൽ വച്ചിരിക്കുന്ന ഹിഡൻ ക്യാമറയിലൂടെ ഒബ്സർവ് ചെയ്യുന്ന ടീം അയാളുടെ ഗേൾഫ്രണ്ടുമായി ചിലവിടുന്ന സ്വകാര്യ നിമിഷങ്ങളൊക്കെ കാണുന്നുണ്ട്. കൂടാതെ കരീമിൻ്റെ റൂമിൽ ഇക്ബാൽ, നിസാർ എന്നീ 2 പേർ കൂടി വരികയും കരീമുമായി എന്തോ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നതും കാണുന്നു. എന്നാൽ അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയും മുഴുവൻ ഇരുട്ടാവുകയും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് കരീമും കൂട്ടരും ഒരു വാനിൽ കയറി പോകുന്നു. കരീമിന് തൻ്റെ റൂം സേഫല്ല എന്ന് തോന്നുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡ് തീരുന്നു. കരീമും കൂട്ടാളികളും ചേർന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ നടത്താൻ എന്തോ പ്ലാൻ ചെയ്യുന്നു. പോലീസിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കുന്നു. ശ്രീകാന്തും ടീംസും കരീമിനെ ഒക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നു. കരീമിൻ്റെ റൂം സെർച്ച് ചെയ്യുന്നുണ്ട്. ബിന്ദി ബസാറിലാണ് അവർ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്ത അവർക്ക് കിട്ടുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ മൂസ അയാളുടെ ഇൻചാർജുള്ള നേഴ്സ് മേരിയോട് അടുക്കാൻ ശ്രമിക്കുന്നു. ഞാനൊരു ദുഷ്ടനാണെന്നാണ് സിസ്റ്റർ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിൽ കിട്ടണമെങ്കിൽ അവർ പറയുന്നത് പോലെ ജീവിക്കണം, അവർ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ പാസ്പോർട്ട് അവർ കീറിക്കളഞ്ഞു. ഞാനവിടെ ട്രാപ്പായിപ്പോയി. എന്നെക്കൊണ്ട് അവർ പല കൊള്ളരുതായ്മകളും ചെയ്യിച്ചു. എനിക്കതിൽ വിഷമമുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ സിസ്റ്റർ മേരിക്ക് വിഷമമാവുന്നു. ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് അവർ പറയുന്നു. പുതിയ ജോലി ശരിയായതിനാൽ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അരവിന്ദ് സുജിയെ വിളിക്കുന്നു. അവൾ അയാളോടൊപ്പം പോകുന്നു. അതേസമയം അസൈൻമെൻറ്റ് ചെയ്യാനാന്ന് പറഞ്ഞ് ധൃതിയും വീട്ടിൽ നിന്നിറങ്ങുന്നുണ്ട്. ശ്രീകാന്തിന് സുജിയെ സംശയം തോന്നുന്നതിനാൽ അവളെ വിളിക്കുന്നു.
എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത്? ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്, പറയൂ എന്ന് പറയുന്നു. സുജി അരവിന്ദിൻ്റെ കൂടെ ആയതിനാൽ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ശ്രീകാന്ത് ജെ.കെയോട് പറയുന്നു. സുജി എന്നോട് നുണ പറയുന്നു. ജെ.കെ പറയുന്നു, അത് തൻ്റെ തോന്നലാണ്. അല്ല, അവൾ എന്നോട് നുണ പറയുന്നു എന്ന് ശ്രീകാന്ത് തറപ്പിച്ച് പറയുന്നു. സുജിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രീകാന്ത് ട്രൈ ചെയ്യുന്നു. 5 സ്റ്റാർ ഹോട്ടലായ ഹോട്ടൽ സിയിലാണ് അവൾ ഇപ്പോൾ ഉള്ളതെന്ന് അറിയുന്നു. ശ്രീകാന്ത് അങ്ങോട്ട് പോകുന്നു. ജെ.കെയും കൂടെ പോകുന്നു. സുജി അവിടെ അരവിന്ദിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീകാന്തും ജെ.കെയും ഒന്നും അറിയാത്ത പോലെ വേറെ സീറ്റിൽ വന്നിരിക്കുന്നു. അരവിന്ദ് ശ്രീകാന്തിനെ കാണുമ്പോൾ സുജിയോട് പറയുന്നു. അവൾ എണീറ്റ് വന്ന് ശ്രീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ജോലിയുടെ ഭാഗമായി ഇറങ്ങിയതാണ്, വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി എന്ന് പറയുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ ജോലിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്നു. കുട്ടികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഓക്കെയാണ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ വീട്ടിലുണ്ട് എന്നും പറയുന്നു. ഹോസ്പിറ്റലിൽ നഴ്സ് മേരി വരുമ്പോൾ ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് മൂസയുടെ ബെഡിനടുത്ത് വയ്ക്കുന്നു. മാതാവ് കാത്തോളും എന്നും പറയുന്നു. അപ്പോൾ മൂസ മേരിയുടെ കൈ പിടിച്ച് പറയുന്നു, ഈ മേരി എൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ മാതാവ് എന്നെ കാത്തോളും എന്ന്. രണ്ടുപേരും നോക്കിച്ചിരിക്കുന്നു. അവർക്കിടയിൽ എന്തോ പ്രണയം വന്ന പോലെ തോന്നുന്നു. കരീമും കൂട്ടരും എവിടെയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിനാൽ ബന്ദി ബസാർ മുഴുവൻ ഒഴിപ്പിക്കാൻ ഓഫീസർ പറയുമ്പോൾ ശ്രീകാന്ത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴേക്കും കരീമിൻ്റെ സിഗ്നൽ കിട്ടുന്നു. അവർ അവിടെ നടക്കുന്ന ഒരു പാർട്ടിയിൽ ഫുഡ് ഡെലിവറി ചെയ്യാനെന്ന വ്യാജേന ബന്ദി ബസാറിലേക്ക് പുറപ്പെടുന്നു. പോലീസ് ഇവരെ പിടിക്കാൻ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. പോലീസിനെ കണ്ട് അവർ വാൻ വെട്ടിത്തിരിച്ച് പോകുന്നു. പോലീസ് വാൻ ഫോളോ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷയില്ല എന്ന് കണ്ട് നിസാർ ഇറങ്ങി പോലീസിന് നേരെ വെടിവെക്കുന്നു. പോലീസ് തിരിച്ച് വെടിവെക്കുമ്പോൾ അതിൽ കുറച്ചു പേർ കൊല്ലപ്പെടുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കരീമിനെ വെടിവെച്ചിടുന്നു. 4 പേരും കൊല്ലപ്പെട്ടു. വാൻ പരിശോധിക്കുമ്പോൾ അതിൽ പാത്രങ്ങൾ നിറയെ ബീഫ് കറി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഗോമാതാവിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊന്നതിന് പകരം വീട്ടാൻ അതേ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിൽ ബീഫ് വിളമ്പാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയും തോക്കെടുത്ത് വെടിവെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ഭീകരപ്രവർത്തകരാണ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ശ്രീകാന്ത് ഏറ്റെടുക്കാമെന്ന് ഓഫീസറിനോട് ശ്രീകാന്ത് പറയുന്നു. ഓഫീസർ പറയുന്നു, അതിൻ്റെ കാര്യമില്ല. അവർ പൊളിറ്റീഷ്യൻ ദേശ്പാണ്ഡെയുടെ പാർട്ടിയിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടത്താൻ ശ്രമിച്ചു. അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസിന് നേരെ വെടിവെച്ചു. പ്രതിരോധിച്ചപ്പോൾ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ശ്രീകാന്തിന് വളരെ വിഷമമാവുന്നു. അയാൾ ഒരുപാട് കുടിച്ച് റോഡിൽ തന്നെ ഇരിക്കുന്നു. രാവിലെ 4 മണിയാവുമ്പോൾ വീട്ടിൽ വന്ന് കയറുന്നു. സുജിയുമായി അരവിന്ദിൻ്റെ പേര് പറഞ്ഞ് വഴക്കിടുന്നു. അവൻ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയതുപോലെ ഞാൻ കൊണ്ടുപോകാത്തതാണോ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഒച്ച കൂടുമ്പോൾ കുട്ടികളും എണീറ്റ് നോക്കുന്നു. ഞാൻ ന്യൂ ജോബിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് സുജി കിടക്കുന്നു. ശ്രീകാന്ത് സോഫയിലും കിടക്കുന്നു. ന്യൂസ് ചാനലിൽ തലേ ദിവസത്തെ ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചുള്ള ഡിബേറ്റ് കണ്ടാണ് ശ്രീകാന്ത് എണീക്കുന്നത്. അയാൾക്ക് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. സാജിദ് എന്നൊരാൾ നടന്നു പോകുമ്പോൾ അൽത്താഫ് അയാളെ വിളിക്കുന്നു. കരീമിനെ ഒരിക്കൽ അവരുടെ ടീമിലേക്ക് വിളിച്ച ആളാണ് അൽത്താഫ്. യഥാർത്ഥത്തിൽ സ്കൂട്ടറിൽ ബോംബ് വെച്ചത് സാജിദ് ആയിരുന്നു. ആ അന്വേഷണം കരീമിലേക്ക് തിരിച്ചുവിട്ടത് ഞാനാണെന്ന് അൽത്താഫ് സാജിദിനോട് പറയുന്നു. അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ബലോചിസ്ഥാനിലുള്ള ഫൈസാൻ ഭായ് ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അദ്ദേഹത്തിന് നിന്റെ സഹായം ഇനിയും ആവശ്യമുണ്ട്, അതിനാലാണ് ഫൈസാൻ ഭായ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുന്ന ആസിഫ് കണ്ണു തുറക്കുന്നുണ്ട്. പോലീസ് എൻകൗണ്ടറിൽ 4 പേർ കൊല്ലപ്പെട്ടതിനാൽ TASCയിൽ അതിനെക്കുറിച്ച് അന്വേഷണം വരുന്നു. ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് നിങ്ങൾ അവരെ ഷൂട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികളൊക്കെ സംശയിക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ആരോ അവരെ കുടുക്കാൻ വേണ്ടി ഇട്ട് തന്ന പോലെയും തോന്നുന്നു എന്ന് പറയുന്നു. സംഭവിച്ചതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ശ്രീകാന്ത് പറയുന്നു. ഹോസ്പിറ്റലിൽ ആസിഫിന് ബോധം വന്നു എന്ന് സിസ്റ്റർ മേരി മൂസയോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മൂസ എന്തോ ചിന്തിക്കുന്നുണ്ട്. സിസ്റ്റർ മേരി മൂസയുടെ ഷർട്ട് മാറ്റി മുറിവയ്ക്ക് വെച്ച് കെട്ടുന്നു. അവർ തമ്മിൽ അടുത്ത് വരുമ്പോൾ മൂസ അവളെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
സിസ്റ്റർ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അൽത്താഫ് സാജിദിനെ കാണാൻ വരുന്നു. മിഷൻ സുൽഫിക്കറിൻ്റെ ഭാഗമായി ശ്രീനഗറിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ബഷാറത്ത് അലി എന്നൊരാളെ കോണ്ടാക്ട് ചെയ്യാനും പറയുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീകാന്തിന് 9 മാസത്തേക്ക് ശ്രീനഗറിലേക്ക് മാറ്റം കിട്ടുന്നു. മാറ്റം കിട്ടിയതറിഞ്ഞ ശ്രീകാന്ത് വളരെ റാഷ് ഡ്രൈവ് ചെയ്ത് പിള്ളേരെ പിക്ക് ചെയ്യാൻ പോകുന്നു. സ്കൂളിലെത്തിയ ശ്രീകാന്ത് കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ പേര് പറഞ്ഞ് ഒരാളുമായി വഴക്കുണ്ടാക്കുന്നു. ഇടിയാവുന്നു. അഥർവ് കണ്ടുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോകുന്ന വഴിയിൽ നടന്ന കാര്യം അമ്മയോട് പറയരുതെന്ന് പറയുമ്പോൾ അഥർവ് പിസ വേണമെന്ന് പറയുന്നു. ശ്രീകാന്തിന് അയാൾ കാരണം മരിച്ചുപോയവരെയും അവരുടെ കുടുംബത്തെയും ഓർത്ത് വിഷമമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ സിസ്റ്റർ മേരി ചെല്ലുമ്പോൾ മൂസ വിഷമിച്ച് നിലത്തിരിക്കുന്നത് കാണുന്നു. ചോദിക്കുമ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്നൊക്കെ പറയുന്നു. അയാളുടെ വിഷമം കാണുമ്പോൾ സിസ്റ്റർ അവരുടെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അമ്മയെ വിളിച്ച് വിഷ് ചെയ്തോളാൻ പറയുന്നു. അയാൾ ഫോൺ എടുത്ത് വിളിക്കുന്നു. പിന്നീട് അവർ തമ്മിൽ സെക്ഷൽ കോണ്ടാക്റ്റും ഉണ്ടാവുന്നുണ്ട്. ശ്രീകാന്ത് ശ്രീനഗറിലേക്ക് പോകുന്നതിന് വീട്ടിൽ നിന്നിറങ്ങുന്നു. സുജിയോടും മക്കളോടും യാത്ര പറഞ്ഞാണ് ഇറങ്ങുന്നത്. സുജിയും ശ്രീകാന്തും തമ്മിൽ വഴക്കിലാണ്. ശ്രീകാന്ത് ശ്രീനഗറിലെത്തുന്ന അതേ സമയം തന്നെ സാജിദും അവിടെ എത്തുന്നുണ്ട്. മൂസ ഹോസ്പിറ്റലിൽ സിസ്റ്റർ മേരിയുടെ ID കാർഡ് കൊണ്ട് ആസിഫിൻ്റെ റൂമിൽ കയറി ആസിഫിനെ ഒരു കെമിക്കൽ ഉപയോഗിച്ച് കുത്തിവെച്ച് കൊല്ലുന്നു. 1 വർഷം മുമ്പ് സിറിയയിൽ വെച്ച് മൂസയെ ഏൽപ്പിച്ച ഒരു മിഷനാണ് മിഷൻ സുൽഫിക്കർ എന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ശ്രീനഗറിൽ എത്തിയ ശ്രീകാന്ത് സലോണി ഭട്ട് എന്നൊരു ലേഡി ഓഫീസറിൻ്റെ കീഴിലാണ് അസിസ്റ്റ് ചെയ്യുന്നത്. സലോണിയുടെ കൂടെ ശ്രീകാന്ത് ഇതിനു മുമ്പ് നാഗാലാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ സംസാരത്തിൽ നിന്നും അവർ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നു, പിന്നീട് ബ്രേക്കപ്പായി എന്നും മനസ്സിലാക്കാം. സലോണിയോട് ഹസ്ബൻഡിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നില്ല. ഉച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കുഴപ്പമാക്കരുതെന്ന് ശ്രീകാന്തിന് വാണിംഗ് കൊടുക്കുന്നു. ശ്രീകാന്ത് മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നും സലോണി പറയുന്നു. മിഷൻ സുൽഫിക്കറിൻ്റെ ഭാഗമായി ഒരാൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അയാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്നും ശ്രീകാന്ത് പറയുന്നു. ഹോസ്പിറ്റലിൽ ആസിഫ് കൊല്ലപ്പെട്ട കാര്യം അറിയുന്നു. അവരുടെ സംരക്ഷണം ഇബ്രാഹിം പാഷയ്ക്കായിരുന്നു. അതിനാൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടുന്നു. മൂസയെ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ശ്രീനഗറിൽ ബഷാറത്ത് അലിയെ പിടിക്കുന്നതിനായി ശ്രീകാന്തും സലോണിയും ടീംസും പോകുന്നു. ബോർഡറിൽ നടക്കുന്ന എല്ലാ ടെററിസ്റ്റ് അറ്റാക്കും ബഷാറത്തിൻ്റെ അറിവോടെയാണ്. അതിനാലാണ് അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നത്. സുജി പുതിയ ജോബിന് ജോയിൻ ചെയ്തു. അവിടെ നിന്നിറങ്ങി കുട്ടികളെയും കൊണ്ട് ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ഫുഡ് കഴിക്കുകയും ഡ്രസ്സ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അരവിന്ദ് സുജിക്ക് അയാളുടെ ആപ്പിൾ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അഥർവ് ഫോൺ എടുത്ത് അവർ മാളിൽ പോയ കാര്യമൊക്കെ പറയുന്നു. അമ്മയ്ക്ക് പുതിയ ജോബ് കിട്ടിയതിൻ്റെ ട്രീറ്റാണ് എന്നും പറയുന്നുണ്ട്. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു എന്നും പറയുന്നു. അമ്മയ്ക്ക് ആപ്പിൾ ലാപ്ടോപ്പ് വാങ്ങി എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അവർ പോകുന്നു. ബഷാറത്ത് അലിയെപ്പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യുന്ന ശ്രീകാന്തിന് അയാളോടൊപ്പം മൂസ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു. ശ്രീകാന്ത് JKയെ വിളിച്ച് പറയുന്നു, മൂസയെ വിട്ട് കളയരുത്, ഹോസ്പിറ്റലിൽ കൂടുതൽ സെക്യൂരിറ്റിയെ വയ്ക്കണം. അവൻ ISISൻ്റെ വലിയ ആളാണ്. അൽ ഖ്വീൽ എന്നൊരു സ്ഥാനപ്പേരുള്ള ആളാണ്. മൂസയെ കടത്തിക്കൊണ്ട് പോകുന്നതിനായി ഒരു ജീപ്പിൽ കുറച്ച് പേർ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. മൂസ അമ്മയെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മേരിയുടെ ഫോണിൽ നിന്നും വിളിച്ചത് ISISൻ്റെ ആളെയായിരുന്നു. ലൊക്കേഷനും അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവിടെ എത്തുന്ന തീവ്രവാദികൾ സെക്യൂരിറ്റിമാരെയും നഴ്സുമാരെയും കണ്ണിൽ കണ്ട എല്ലാവരെയും വെടിവെച്ചിട്ട് മൂസയെ രക്ഷപ്പെടുത്തുന്നു. മൂസ സിസ്റ്റർ മേരിയെയും കൊന്നിരുന്നു. ഇബ്രാഹിം പാഷയും കൊല്ലപ്പെടുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട മൂസ മുടിയൊക്കെ കട്ട് ചെയ്ത് ലുക്ക് മാറ്റുന്നു. മൂസയുടെ നാടായ കാസർഗോഡേക്ക് വിളിക്കുന്നു. അവിടെയുള്ള ഒരാളുടെ കടയിലേക്ക് വിളിച്ച് ഉമ്മ മെഹറുനിസയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഒരു ബന്ധുവാണ് എന്ന് നുണ പറഞ്ഞാണ് വിളിക്കുന്നത്. വാടക കൊടുക്കാൻ കാശില്ലാത്തതിനാൽ അവർ വീടൊഴിഞ്ഞു പോയി എന്നറിയുന്നു. അവർ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ മകൻ വന്ന് ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കും എന്ന് പറയുന്നു. മകൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അവർ എപ്പോഴും പറഞ്ഞിരുന്നു എന്നും പറയുന്നു. ഇത് കേട്ട് മൂസയ്ക്ക് വിഷമമാവുന്നുണ്ട്. ശ്രീനഗറിലെത്തിയ സാജിദ് ഒരു റൂമിൽ താമസിക്കുകയാണ്. അയാളെ കാണാൻ ഒരാൾ വരുന്നു. നിങ്ങൾ ഇവിടെ സേഫ് അല്ലേ, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ആരാണ് ചോദിക്കുന്നത്, അവരോട് നേരിട്ട് വന്ന് പറയാൻ പറയൂ എന്ന് പറയുന്നു. എന്നെ എന്തിനാണ് ഇവിടെ വരുത്തിയത്?
ബഷാറത്ത് അലി എവിടെ എന്നൊക്കെ സാജിദ് തിരിച്ചു ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല, എന്നോട് നിങ്ങളിവിടെ സേഫാണോ എന്നന്വേഷിച്ചിട്ട് വരാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കിയിട്ട് അവരോട് നേരിട്ട് വന്നന്വേഷിക്കാൻ ദേഷ്യപ്പെട്ട് പറയുന്നു. സലോണിക്ക് ഇപ്പോൾ ശ്രീകാന്തിനോട് ദേഷ്യമൊന്നുമില്ല, അവർ സൗഹൃദത്തിലാവുന്നുമുണ്ട്. ശ്രീകാന്ത് JKയെ വിളിച്ച് മൂസയുടെ അമ്മയെ കണ്ടെത്താൻ പറയുന്നു. അരവിന്ദിൻ്റെ മകൾ റിയയ്ക്ക് പനിയായതിനാൽ അരവിന്ദ് ജോലിക്ക് വരുന്നില്ല. വീട്ടിൽ അവളെ നോക്കാൻ ആരുമില്ലാത്തതിനാലാണ് അയാൾ വരാത്തത് എന്നറിയുന്ന സുജി അയാളുടെ വീട്ടിലെത്തുന്നു. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. റിയയുടെ അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വിഷയം സംസാരിച്ച് മൂഡ് ഓഫ് ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ രണ്ടു പേർക്കും എന്തോ അസ്വസ്ഥത തോന്നുന്നു. സുജി അവിടെ നിന്നിറങ്ങുന്നു. സാജിദിന് ശ്രീനഗറിൽ തുടരുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഫൈസാൻ ബായ് സമീറിനെ അറിയിക്കുന്നു. മിഷൻ എന്താണെന്നോ ആരാണ് നടത്തുന്നതെന്നോ അതിൽ അയാളുടെ റോൾ എന്താണെന്നോ അറിയാത്തതാണ് അയാളുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ സമീർ പറയുന്നു, മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിനോട് വേണ്ട വിധത്തിൽ കോർപ്പറേറ്റ് ചെയ്ത് പറയുന്നതൊക്കെ അനുസരിച്ചാലേ ഇത് സക്സസ് ആവൂ എന്ന് സാജിദിനെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനി മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ തമ്മിൽ കാണൂ എന്നും ഫൈസാനോട് പറഞ്ഞിട്ട് സമീർ പോകുന്നു. കാശ്മീരിലെ ബാരാമുള്ളയിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണത്തിന് ബഷാറത്ത് അലി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാളെ പിടിക്കാൻ പ്ലാൻ ഇടുന്നു. എന്തിനാണ് കല്യാണം കഴിയാൻ വെയിറ്റ് ചെയ്യുന്നത്? അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തൂടെ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. അപ്പോൾ ഒരു പോലീസ് പറയുന്നു, ബാരാമുള്ള ഒരു മിനി പാകിസ്ഥാനാണ്. അവിടെ എല്ലാ വീടുകളിലും ഷോപ്പുകളിലും ഗോ ഇന്ത്യ ഗോ ബാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. ആർമിയെ അവർ ആക്രമിക്കും. കൂടാതെ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഏത് ഓപ്പറേഷനും മുകളിൽ നിന്നും ഓർഡർ വേണം എന്നും പറയുന്നു. ശ്രീകാന്ത് പറയുന്നു, ബഷാറത്ത് അലിയുടെ ജീവൻ പണയം വെച്ച് അയാൾ ഇവിടെ വരണമെങ്കിൽ തീർച്ചയായും അതിന് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. വിവാഹ ദിവസം ആർമി ഒരു വാനിൽ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വിവാഹ സ്ഥലത്തിന് മുകളിൽ ഡ്രോൺ അയച്ച് കുറച്ച് ദൂരെയായി ശ്രീകാന്തും സലോണിയും ടീംസും വെയിറ്റ് ചെയ്യുന്നു. അവിടേക്ക് ബഷാറത്ത് വന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീകാന്ത് ഒരു പോലീസുകാരനോട് ചോദിക്കുന്നു, താരീഫിൻ്റെ മകളുടെ കല്യാണത്തിന് വരാനും വേണ്ടും അയാൾക്ക് ബഷാറത്തുമായുള്ള ബന്ധം എന്താണെന്ന്. അയാളുടെ 2 ആൺമക്കളും തീവ്രവാദികളായിരുന്നു, അവർ കൊല്ലപ്പെട്ടു എന്നുമാണ് അയാൾ പറയുന്നത്. കല്യാണ വീട്ടിലേക്ക് സാജിദിനെ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ബഷാറത്ത് അലിയുമായി മീറ്റ് ചെയ്യുന്നു. സാജിദിനോട് ആ കല്യാണ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറയുന്നു. സാജിദ് വിസമ്മതിക്കുന്നു. 2 ദിവസമായി ഞാനിവിടെ വന്നിട്ട് എന്താണ് മിഷൻ എന്ന് എനിക്കറിയില്ല. ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറയുന്നു. ബഷാറത്ത് അലി ബലോചിസ്ഥാനിലുള്ള ഫൈസാനുമായി കോൾ കണക്ട് ചെയ്യുന്നു. ആ കോൾ പോലീസിനും കണക്റ്റ് ആവുന്നുണ്ട്. ഫൈസാൻ സാജിദിനോട് പറയുന്നു, ആ പെൺകുട്ടിയെ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തത് നിന്റെ എൽഡർ ബ്രദർ ആണ് എന്ന്. ഏത് എൽഡർ ബ്രദർ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സാജിദ് ഓക്കെ പറയുന്നു. ബഷാറത്ത് സാജിദിനോട് പറയുന്നു, ഈ മിഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ജീവൻ പോലും പണയം വെച്ച് ഞാനിവിടെ വന്നത്. ഈ മിഷന് നിന്നെ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും നന്നായി ചെയ്ത് തീർക്കൂ എന്ന്. ഈ കോൾ ഹാക്ക് ചെയ്ത് കേട്ട ശ്രീകാന്ത് പറയുന്നു, ചേട്ടൻ എന്നാൽ മലയാളത്തിൽ ബ്രദർ എന്നാണ്, അത് മൂസയാണെന്ന്. ശ്രീകാന്തും മറ്റൊരു സബോർഡിനേറ്റും കൂടി വേഷം മാറി കല്യാണ വീട്ടിലേക്ക് പോകുന്നു. സാജിദിനെ കണ്ടുപിടിക്കുന്നു. ശ്രീകാന്തിനെ കാണുമ്പോൾ സാജിദിന് മനസ്സിലാവുന്നു. അയാൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അയാളെ പിന്തുടരുന്ന ശ്രീകാന്തിനെ മറ്റുള്ളവർ ആക്രമിക്കാൻ നോക്കുന്നു. സലോണി വന്ന് രക്ഷിക്കുന്നു. സലോണി വന്ന് പറയുന്നു, അയാൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലാണ്, അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന്. സലോണി ശ്രീകാന്തിനോട് പറയുന്നു, മേജർ വിക്രം ശ്രീകാന്തിനോട് ദേഷ്യത്തിലാണ്. കാരണം ശ്രീകാന്ത് കാരണമാണ് ബഷാറത്ത് അലിയെ കിട്ടാഞ്ഞതെന്ന്. ശ്രീകാന്ത് സോറി പറയുന്നു. മൂസ ഒരു ലോറിയിൽ ലിഫ്റ്റ് വാങ്ങി ഡൽഹിയിലേക്ക് വരുന്നു. ലോറിയിൽ ഗുജറാത്തി പാട്ടിടുമ്പോൾ എനിക്ക് ഗുജറാത്തി ഇഷ്ടമല്ല, അത് മാറ്റാൻ പറഞ്ഞ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നു. മൂസയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്ന ഡ്രൈവർ മൂസയെ വഴിയിൽ ഇറക്കി വിടാൻ ശ്രമിക്കുന്നു. എന്നാൽ മൂസ ഡ്രൈവറെ കൊന്നിട്ട് ഇറങ്ങിപ്പോകുന്നു. ശ്രീകാന്ത് പാകിസ്ഥാനിലെ US കോൺസുലേറ്റ് ബ്രൂസിനെ വിളിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന ഫൈസാൻ അഹമ്മദ് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അയാളെ പിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം. എന്നാൽ അയാളുമായി സംസാരിക്കാൻ അവസരം തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഫൈസാനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പോസിബിൾ അല്ലെന്ന് ബ്രൂസ് പറയുന്നു. ഞാൻ അങ്ങോട്ട് വന്നോളാമെന്ന് ശ്രീകാന്ത് പറയുന്നു. സാജിദിൻ്റെ സൗണ്ട് ഫേക്കായി ഉണ്ടാക്കി ഫൈസാനെ വിളിക്കുന്നു.
ഫോണിൽ സംസാരിക്കാൻ പറ്റാതാവുമ്പോൾ സിഗ്നൽ കിട്ടാൻ വേണ്ടി ഫൈസാൻ അണ്ടർഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഹെലികോപ്റ്ററിൽ എത്തുന്ന അമേരിക്കൻ ആർമി അയാളെ പിടിച്ച് ഒരിടത്ത് കെട്ടിയിടുന്നു. ശ്രീകാന്ത് ബലോചിസ്ഥാനിലേക്ക് പോകുന്നതിനായി ഓഫീസറുടെ സമ്മതം വാങ്ങുന്നു. അവിടേക്ക് പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ പിന്തിരിപ്പിക്കാൻ സലോണി ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അയാൾ ബലോചിസ്ഥാനിലേക്ക് പോകുന്നു. ഫൈസാനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ISISന്റെ ആളാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കയറി ചെല്ലുന്നു. അത് വിശ്വസിച്ച ഫൈസാൻ മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സുജി അരവിന്ദിനൊപ്പം ഒരു കോൺഫറൻസ് മീറ്റിങ്ങിന് പോകാൻ തയ്യാറാകുന്നു. തിരിച്ചു വരാൻ വൈകുമെന്ന് കുട്ടികളോട് പറയുന്നു. ഫുഡ് നീലം ആൻറ്റി തന്നോളും എന്നും പറയുന്നു. അപ്പോഴേക്കും അരവിന്ദ് അങ്ങോട്ട് കയറി വരുന്നു. അവരെ കണ്ട ധൃതി പറയുന്നു, നിങ്ങളുടെ പോക്ക് കണ്ടാൽ പിക്നിക്കിന് പോകുന്ന പോലെയുണ്ടെന്ന്. ലൊനോവാല എന്നൊരിടത്തേക്കാണ് അവർ എത്തുന്നത്. അവിടെ റൂം എടുത്ത് ഫ്രഷായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. സുജിയുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. സ്പോൺസർ ഫണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നു. ആ സന്തോഷത്തിൽ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡ്രിങ്ക്സ് കഴിക്കുന്നു. ഇടയ്ക്ക് ധൃതിയെ വിളിച്ച് വരാൻ ലേറ്റാവും, അതുകൊണ്ട് കിടന്നോളാൻ പറയുന്നു. ഇത് കേട്ട ധൃതി അവളുടെ ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യുന്നു, അവൾ പാർട്ടിക്ക് വരുന്നുണ്ട് എന്ന്. അവൾ റെഡിയായി പാർട്ടിക്ക് പോകുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായ അഥർവ് ശ്രീകാന്തിൻ്റെ പൂട്ടിയിട്ടിരിക്കുന്ന ഓഫീസ് റൂം തുറന്ന് തോക്കെടുക്കുന്നു. അത് വെച്ച് വെടിവെക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ച് കളിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്പം പേടി തോന്നുന്ന ഒരു സീനാണിത്. പാർട്ടിക്ക് പോയ ധൃതിയെ ഒരു ആൺകുട്ടി സെക്സ് ചെയ്യാൻ വിളിക്കുന്നു. അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് കയറുന്നു. അവൾ കരയുന്നു. ധൃതി വരുമ്പോൾ അഥർവ് തോക്ക് തിരികെ വെച്ച് അവളുടെ അടുത്ത് വന്ന് കിടന്നുറങ്ങുന്നു. അന്ന് രാത്രി അരവിന്ദും സുജിയും ഹോട്ടലിൽ രണ്ടിടത്തായി കിടക്കുന്നു. എന്നാൽ ഉറക്കം വരാതിരുന്നതിനാൽ രണ്ടുപേരും മെസ്സേജ് അയക്കുന്നു. സുജി തൻ്റെ റൂമിൻ്റെ ഡോർ തുറക്കുന്നതായി കാണിക്കുന്നുണ്ട്. അവർ തമ്മിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. അത് പ്രേക്ഷകരുടെ ഭാവനയ്ക്ക് വിട്ടിരിക്കുന്നു. എനിക്ക് അവർ തമ്മിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായി എന്നാണ് തോന്നിയത്. പിറ്റേ ദിവസം വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾ രണ്ടുപേരും സുജിയെ കെട്ടിപ്പിടിക്കുന്നു. സുജി ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അവിടെ എല്ലാം ഓക്കെ ആണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, ശ്രീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ശ്രീകാന്ത് ബലോചിസ്ഥാനിൽ നിന്നും അയാളുടെ ഓഫീസറിനെ വിളിക്കുന്നു. മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് മനസ്സിലായതെല്ലാം പറയുന്നു. മിഷൻ സുൽഫിക്കർ പാകിസ്ഥാൻ ഗവൺമെൻറ് അറിയാതെ പാകിസ്ഥാൻ ആർമിയിലുള്ള ജനറൽ അൻസാരി നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മിഷനാണ്. മേജർ സമീറാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഫൈസാൻ അഹമ്മദ്, ബഷാറത്ത് അലി, സാജിദ്, മൂസ, ആസിഫ് എല്ലാവരും ഈ മിഷൻ്റെ ഭാഗമാണ്. ഒരു കെമിക്കൽ ഗ്യാസ് ബോംബ് ഉണ്ടാക്കി ഡൽഹിയിൽ സ്ഫോടനം നടത്താനാണ് അവരുടെ പ്ലാൻ. അതിനു വേണ്ട നെർവ് ഗ്യാസ് പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് സാജിദ് അവിടെ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് മൂസയ്ക്ക് കൈമാറാനാണ് പ്ലാൻ എന്ന് ഓഫീസറോട് പറയുന്നു. മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് കണ്ടുപിടിച്ച ശ്രീകാന്തിനെ ഓഫീസർ അഭിനന്ദിക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ 3 വർഷം മുമ്പ് തീവ്രവാദികൾ നെർവ് ഗ്യാസ് ശേഖരിച്ചു വെക്കുന്നതായി ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ശേഷം പ്രസൻറ്റിൽ അങ്ങോട്ടെത്തുന്നതായും അവ പരിശോധിക്കുന്നതായും കാണിക്കുന്നു. TASCയുടെ ഓഫീസിൽ കരീമിൻ്റെ ഫോണുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അതിൽ നിന്നും കരീമിൻ്റെ ഗേൾഫ്രണ്ട് ജൊനാലിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോകുന്നു. ഇത് പ്രശ്നമാകും എന്ന് തോന്നിയ JK കരീമിൻ്റെ ഹോസ്റ്റലിന് മുന്നിൽ ചായക്കടക്കാരനായി അഭിനയിച്ചിരുന്നിരുന്ന പോലീസ് ഷിൻഡെയെ വിളിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ട് ജൊനാലിയെ ചോദ്യം ചെയ്യിക്കുന്നു. കരീമിൻ്റെ ഫോണിൽ നിന്നും വന്ന മെസ്സേജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ക് എന്നാണ് വന്നതെന്ന് പറയുന്നു. എന്നാൽ ജൊനാലിയുടെ അമ്മ അവരെ അധികം സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ഇറക്കി വിടുന്നു. അവർ പോയി കഴിയുമ്പോൾ അമ്മ ജൊനാലിയോട് പറയുന്നു, ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവസാനം അവർ കുറ്റം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ജനറൽ അൻസാരിയെ കാണാൻ മുന്നറിയിപ്പില്ലാതെ രാവിലെ തന്നെ അയാളുടെ വീട്ടിലേക്ക് വരുന്നു. ഇന്ത്യയുമായി യുദ്ധത്തിന് ഇഷ്ടമില്ലാത്ത PM മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് അൻസാരിയോട് ചോദിക്കുന്നു. ഇപ്പോൾ ഒരു യുദ്ധം നടന്നാൽ അത് പാകിസ്ഥാന് തന്നെയാണ് നഷ്ടം. നമ്മൾ ലോകത്തിന് മുന്നിൽ നാണം കെടും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമുക്കെതിരാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ജനറൽ അൻസാരി പറയുന്നത്. PM അവസാനമായി അയാളുടെ പേരിലുള്ള ഒരു അഴിമതി കേസിൻ്റെ വിധി വരാനിരിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു.
ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഉണ്ടാവില്ല എന്നും പറയുന്നു. മേജർ സമീറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അയാളിൽ നിന്നും മിഷൻ സുൽഫിക്കറിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പാകിസ്ഥാൻ ആർമി തന്നെ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നു. അടുത്ത സീനിൽ ഡൽഹിയിലെ ഒരു കെമിക്കൽ ഫാക്ടറി കാണിക്കുന്നു. അവിടുത്തെ ഒരു സൂപ്പർവൈസർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു. അയാൾ ഒരു ബാറിൽ കയറി ഡ്രിങ്ക്സ് കഴിക്കുന്നു. അയാൾ ഒരു ഗേ സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ബാറിൽ കണ്ട ഒരാളുമായി സൗഹൃദത്തിലായി ഹോട്ടലിൽ വെച്ച് സെക്സിലേർപ്പെടുന്നു. അയാൾ അവിടെ നിന്നും പോകുമ്പോൾ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും കാണേണ്ടി വരും എന്ന് പറഞ്ഞ് മറ്റേയാൾ പോകുന്നു. അയാൾ വീഡിയോ എടുത്തിരുന്നു. അത് ഹോട്ടലിന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരാൾക്ക് കൈമാറുന്നു. കെമിക്കൽ ഫാക്ടറിയിലെ സൂപ്പർവൈസറിനെ കുടുക്കാനായി മൂസ വിട്ട ആളായിരുന്നു അത്. ആ വീഡിയോ മൂസയുടെ കയ്യിലെത്തുന്നു. ഫാക്ടറി സൂപ്പർവൈസർ ഭാര്യയുടെ കോൾ വന്നപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. കരീമിൻ്റെ ഗേൾഫ്രണ്ട് ജൊനാലി അവളുടെ അമ്മയോട് പറയുന്നു, കരീമിൻ്റെ കയ്യിൽ ഒരു ബോഡി ക്യാമറയുണ്ടായിരുന്നു. അത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ കരീമിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാമെന്ന്. ജൊനാലിയും അമ്മയും കൂടി കരീം കൊല്ലപ്പെട്ട സ്ഥലത്തൊക്കെ പോയി അന്വേഷിക്കുന്നു. എന്നാൽ അവർക്കത് കിട്ടിയില്ല. നെർവ് ഗ്യാസ് കാശ്മീരിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും അത് അവിടെ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി സാജിദിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവർ ഇപ്പോൾ അത് കൊണ്ടുപോകുന്നു എന്നും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയ ശ്രീകാന്തും സലോണിയും ടീംസും സാജിദിനെ ഫോളോ ചെയ്യുന്നു. അതേസമയം മറ്റൊരു പോലീസുകാരൻ്റെ സഹായത്തോടെ മേജർ സമീർ ബഷാറത്ത് അലിയെ വിളിച്ച് പോലീസ് സാജിദിനെ പിടിക്കാൻ പോകുന്ന കാര്യം പറയുന്നു. ബഷാറത്ത് അലി സാജിദിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ലോറിയുടെ പിറകെ പോകുന്നു. പോലീസ് എൻകൗണ്ടറിൽ ബഷാറത്ത് അലി കൊല്ലപ്പെടുന്നു. ലോറി മറിഞ്ഞ് പുഴയിൽ വീഴുന്നു. സാജിദ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പുഴയിൽ വീണ ഗ്യാസ് സിലിണ്ടറിന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. 9 മാസത്തെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞ് ശ്രീകാന്ത് സലോണിയോട് യാത്ര പറഞ്ഞ് മുംബൈക്ക് തിരിച്ചു പോകാനൊരുങ്ങുന്നു. ശ്രീകാന്ത് വീണ്ടും സലോണിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് സലോണി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ശ്രീകാന്ത് അറിയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ കാരണമാണോ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ സലോണി ചിരിച്ചുകൊണ്ട് പറയുന്നു, അല്ല. കാശ്മീരിൽ നിന്നും രക്ഷപ്പെട്ട സാജിദ് മൂസയെ കാണാനെത്തുന്നു. നെർവ് ഗ്യാസ് എത്തിക്കാൻ സാധിക്കാതിരുന്നതിൽ സാജിദിന് വിഷമമുണ്ട്. തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി നന്നായി ചെയ്യാതെ ഫൈസാൻ ബായെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് സാജിദ് മൂസയോട് ചോദിക്കുന്നു. മൂസ സാജിദിനോട് പറയുന്നു, ഫൈസാൻ ബായ് അമേരിക്കൻ ആർമിയുടെ കസ്റ്റഡിയിലാണ്. മേജർ സമീറിനെ പാകിസ്ഥാൻ ആർമിയും പിടിച്ചു. ചതിയൻ ജനറൽ അൻസാരി കൂറുമാറി. ഇത് കേട്ട് സാജിദ് മൂസയോട് ചോദിക്കുന്നു, അപ്പോൾ മിഷൻ സുൽഫിക്കർ അവസാനിച്ചല്ലേ എന്ന്. മൂസ പറയുന്നു, മിഷൻ സുൽഫിക്കർ അവസാനിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പ്ലാൻ ബി ഉണ്ടെന്ന്. സിറിയയിൽ വെച്ച് സമീർ ഫൈസാൻ പോലും കേൾക്കാതെ മൂസയോട് പറഞ്ഞിരുന്നു. അഥവാ മിഷൻ സുൽഫിക്കർ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ ഒരു പ്ലാൻ ബി വേണമെന്ന്. അതേപ്പറ്റി മൂസ സാജിദിനോട് പറയുന്നു. പ്ലാൻ ബി നടപ്പാക്കുന്നതിൽ എന്ത് റോളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് സാജിദ് മൂസയോട് ചോദിക്കുന്നു. സുജി കാശ്മീരിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അത് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നു, ലൊനോവാലയിലേക്ക് പോയാലോ എന്ന്. അത് കേൾക്കുമ്പോൾ സുജി ഒന്ന് ഞെട്ടുന്നുണ്ട്. സുജി അരവിന്ദിനൊപ്പം പോയ സ്ഥലമാണ് ലൊനോവാല. ശ്രീകാന്ത് പറയുന്നു, അത് വേണ്ടെങ്കിൽ മഹാബലേശ്വർ അല്ലെങ്കിൽ ഗോവ എന്ന്. ഗോവ ഓക്കെ എന്ന് സുജിയും പറയുന്നു. സുജി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അരവിന്ദിൻ്റെ മെസ്സേജ് വരുന്നു, ഇനി നമ്മൾ എന്ന് കാണുമെന്ന്. ഐ ഡോണ്ട് നോ എന്ന് അവൾ റിപ്ലൈ ചെയ്യുന്നു. ശ്രീകാന്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അദറു പറയുന്നു, പപ്പയേക്കാൾ നല്ല ഡ്രൈവർ അമ്മയാണെന്ന്. അമ്മ കാർ സ്പീഡിൽ ഓടിച്ചു എന്ന്. പിറകിൽ ധൃതി ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പുതിയ വിശേഷമൊന്നുമില്ലേ എന്ന്. ധൃതി തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല, ചിരിക്കാറില്ല, എങ്ങും പോകാറില്ല, തമ്മിൽ കാണുന്നത് പോലുമില്ല എന്ന്. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ധൃതി പോകുന്നു. അഥർവ് ശ്രീകാന്തിനോട് ചോദിക്കുന്നു, പപ്പയുടെ കയ്യിൽ തോക്കുണ്ടല്ലേ എന്ന്. ഇത് കേട്ട് ഞെട്ടി, നിനക്കെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്നു. സീക്രട്ട് റൂം എന്ന് പറയുമ്പോൾ അത് ഇനി ആരോടും പറഞ്ഞ് നടക്കണ്ട എന്ന് പറഞ്ഞ് വാൺ ചെയ്യുന്നു. ഐസ്ക്രീം വേണോ എന്ന് ചോദിക്കുമ്പോൾ അഥർവ് ഐഫോൺ വേണമെന്ന് പറഞ്ഞ് പോകുന്നു. ഓഫീസിലെത്തിയ ശ്രീകാന്തും ജെകെയും സ്ഥിരം വടാപ്പാവ് കടയിലെത്തുന്നു. അവിടെ 2 പേർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു.
ഡൽഹിയിൽ വെച്ച് നടത്താനിരുന്ന ഏതോ വലിയ ടെററിസ്റ്റ് അറ്റാക്ക് NIA കാശ്മീരിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്ന് NIA വക്താവ് പറഞ്ഞതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. നവംബർ 26-ന് നടന്ന സ്ഫോടനത്തേക്കാൾ വലിയ ഒന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് തടഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയുന്നു, NIA വലിയ സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് നവംബർ 26-ലെ സ്ഫോടനം തടഞ്ഞില്ല? ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. അവരൊക്കെ ഫാനിൻ്റെ അടിയിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇത് കേട്ട ശ്രീകാന്തും JKയും പരസ്പരം നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഓഫീസിൽ വന്ന എല്ലാവരും മിഷൻ സുൽഫിക്കർ പരാജയപ്പെടുത്തിയത് കൈയടിച്ച് ആഘോഷിക്കുന്നു. ശ്രീകാന്തിനെ ഓഫീസർ ശർമ്മ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, മിഷൻ സുൽഫിക്കർ അവസാനിച്ചിട്ടില്ല. ഈ വോയിസ് മെസ്സേജ് കേട്ടു നോക്കൂ എന്ന്. കോഡ് ഭാഷയിൽ മിഷൻ സുൽഫിക്കർ സെയിം ഡേറ്റിൽ തന്നെ നടക്കുമെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു ടാങ്കർ ലോറി കൊണ്ടുവന്ന് ഒരു ഡ്രൈവർ പാർക്ക് ചെയ്യുന്നു. അയാൾ പോയി കഴിയുമ്പോൾ മറ്റൊരാൾ ആ ലോറി അവിടെ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. കെമിക്കൽ ഫാക്ടറിയിലെ സൂപ്പർവൈസർ പതിവ് പോലെ ബാറിൽ വന്നിരിക്കുന്നു. സാജിദ് അവിടെ എത്തി അയാളുടെ അടുത്തിരുന്ന് പേഴ്സണലായി സംസാരിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് മാറിയിരുന്ന് അയാളെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാനൊരു കെമിക്കൽ ഫാക്ടറിയിലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നു. സാജിദ്, മണി ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്നു. ഗേ സെക്സ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതാണ്, അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, നിയമപരമായി ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ വൈഫിനെ കാണിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരും, അതിൽ പറയുന്നത് പോലെ അനുസരിക്കണമെന്ന് പറഞ്ഞ് സാജിദ് അവിടെ നിന്നും പോകുന്നു. ജൊനാലി കരീമിൻ്റെ ബോഡി ക്യാമറ അന്വേഷിച്ച് വീണ്ടും അവിടെ പോകുന്നു. അപ്പോൾ ഒരു കുട്ടി വന്ന് പറയുന്നു, ക്യാമറ കിട്ടിയിട്ടുണ്ട്, തരണമെങ്കിൽ 500 രൂപ തരണമെന്ന്. അവൾ ക്യാമറ വാങ്ങുന്നു. ഡൽഹി NIA ഓഫീസിൽ എത്തുന്ന ശ്രീകാന്തും ടീംസും മിഷൻ സുൽഫിക്കർ പ്ലാൻ B തടയാനുള്ള പരിശ്രമത്തിലാണ്. ഡൽഹി പോലീസിനോട് സാജിദിൻ്റെയും മൂസയുടെയും ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറയുന്നു. 24 hours പോലീസ് പെട്രോളിങ്ങും ചെയ്യാൻ പറയുന്നു. കേരളത്തിലെ ബേക്കൽ എന്ന സ്ഥലത്ത് ഒരു ചായക്കട കാണിക്കുന്നു. മൂസ റഹ്മാൻ്റെയും സാജിദിൻ്റെയും ഫോട്ടോസ് പേപ്പറിൽ വന്നിരിക്കുന്നു. അവരെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് കണ്ട ചായക്കടക്കാരൻ മൂസയുടെ ഉമ്മ അവിടെ ജോലി ചെയ്യുന്നു എന്ന വിവരം പോലീസിൽ വിളിച്ചു പറയുന്നു. ശ്രീകാന്ത് അതറിയുമ്പോൾ അവരെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ജൊനാലി ക്യാമറ പരിശോധിക്കുന്നു. ബീഫിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊന്ന ദേശ്പാണ്ഡെ എന്നൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പാർട്ടിയിൽ ബീഫ് കൊണ്ടുപോയി വിളമ്പി പ്രതികാരം തീർക്കുകയായിരുന്നു പ്ലാൻ എന്ന് കരീം പറയുന്ന വീഡിയോ ആയിരുന്നു അത്. പോലീസ് അവരെ ഫോളോ ചെയ്യുന്നതും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട കരീമിനെയും ഫ്രണ്ട്സിനെയും കുറിച്ച് NIA പറഞ്ഞിരുന്നത് ടെററിസ്റ്റ് അറ്റാക്കിന് ശ്രമിച്ചവരെ കൊന്നു എന്നായിരുന്നു. NIA പറഞ്ഞത് നുണയായിരുന്നു എന്ന് തെളിയിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. സോയയും മിലിൻഡും സാജിദിൻ്റെ ഫോട്ടോയുമായി അന്വേഷിച്ചിറങ്ങുന്നു. ബാറിൽ അന്വേഷിക്കുമ്പോൾ അയാൾ ഇവിടെ വന്നിരുന്നു എന്നും ബാറിലെ ഒരു സ്ഥിരം കസ്റ്റമറായ വൈഭവ് തെറാനിയുമായി സംസാരിച്ചിരുന്നു എന്നും അറിയുന്നു. സാജിദ് വന്ന് അയാളോട് സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ വൈഭവ് തെറാനി കരഞ്ഞു എന്ന് പറയുന്നു. വൈഭവ് സാർ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ വന്നയാളെ ഞങ്ങൾ ഓർത്തിരിക്കുന്നതെന്നും പറയുന്നു. വൈഭവ് തെറാനിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ ഒരു കെമിക്കൽ ഫാക്ടറിയിലെ എംപ്ലോയി ആണെന്നറിയുന്നു. അയാളുടെ ഫാക്ടറിയിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി കയറ്റിവിടുന്നില്ല. യഥാർത്ഥത്തിൽ വൈഭവിനെയും കൊണ്ട് മൂസയും കൂട്ടരും ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അയാളോട് എല്ലാം ചോദിച്ചറിയുകയായിരുന്നു. സെക്യൂരിറ്റിയായി വേഷം മാറി നിന്നതും മൂസയുടെ ആളുകളായിരുന്നു. സോയയും മിലിൻഡും നിർബന്ധിച്ച് അകത്ത് കയറി നോക്കുന്നുണ്ടെങ്കിലും അവരെ കാണാതെ തിരിച്ചു പോകുന്നു. മൂസ ആ ഫാക്ടറിയിലെ കെമിക്കൽസ് എല്ലാം വിഷവാതകമാക്കി പുറത്തുവിടാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്യുകയായിരുന്നു. ഇവിടുത്തെ എല്ലാ ഇഡിയറ്റ്സിനെയും അവരുടെ വരും തലമുറയെയും പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞാണ് മൂസ അത് ചെയ്യുന്നത്. സോയയും മിലിൻഡും തിരിച്ചു പോകുമ്പോൾ അവർക്ക് സംശയം തോന്നി അവർ വീണ്ടും ഫാക്ടറിയിലേക്ക് തിരിച്ചു വരുന്നു. ഫാക്ടറിക്ക് മുന്നിൽ കിടന്നിരുന്ന വാട്ടർ ടാങ്ക് സിറ്റിയിൽ നിന്നും കാണാതെ പോയതാണെന്ന് സോയയ്ക്ക് സംശയം തോന്നുന്നു. അഡ്മിൻ റൂമിൽ കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നു എന്നും ഓർക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മൂസയും സാജിദും അവിടം വിട്ടു പോയിരുന്നു. വൈഭവിനെ അവർ കൊല്ലുകയും ചെയ്തു. മൂസയും സാജിദും ഫാക്ടറിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് മൂസ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സായി വേഷമിടിച്ച് നിർത്തിയിരുന്നവർ മൂസയോട് വന്ന് ചോദിക്കുന്നുണ്ട്,
ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കണോ ബായി എന്ന്. ഞങ്ങളും പൊക്കോട്ടെ എന്ന്. അപ്പോൾ മൂസ അവരോട് പറയുന്നു, പോവണ്ട, ഇവിടെ തന്നെ നിൽക്കൂ. ചിലപ്പോൾ അവർ ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇത് കേട്ട് അവർ അവിടെ തന്നെ നിൽക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞാൽ ആ ഫാക്ടറിയിലെ കെമിക്കൽസൊക്കെ പൊട്ടിത്തെറിച്ച് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് അറിയാമായിരുന്നിട്ടും മൂസയ്ക്ക് തന്നെ വിശ്വസിച്ച് കൂടെ നിന്നിരുന്നവരോട് പോലും യാതൊരു അനുകമ്പയും ഉണ്ടായിരുന്നില്ല. പെട്രോൾ അടിക്കാൻ ഒരു പമ്പിൽ കയറുമ്പോൾ അവിടുത്തെ ടി-വിയിൽ മൂസയുടെ ഉമ്മ സംസാരിക്കുന്നത് കാണിക്കുന്നു. മൂസയോട് മടങ്ങി വരാനാണ് പറയുന്നത്. അത് കാണുമ്പോൾ മൂസ അസ്വസ്ഥനാവുന്നു. മിഷൻ 15 ഡേയ്സ് കഴിഞ്ഞ് നടത്താമെന്ന് പറയുമ്പോൾ സാജിദ് സമ്മതിക്കുന്നില്ല. അവർ തമ്മിൽ വഴക്കാവുന്നു. കാർ മറിയുന്നു. കെമിക്കൽ ഫാക്ടറിയിലേക്ക് എത്തിയ സോയയും മിലിൻഡും സെക്യൂരിറ്റിമാരെ സംശയമുള്ളതുകൊണ്ട് മതിൽ ചാടി ഉള്ളിൽ കടന്ന് പരിശോധിക്കുന്നു. എന്നാൽ ഇവരെ കണ്ട മൂസയുടെ ആളുകൾ വെടിവെക്കുന്നു. സോയയ്ക്കും മിലിൻഡിനും വെടികൊള്ളുന്നുണ്ട്. റോഡിൽ മൂസയെ ഇടിച്ച് താഴെയിട്ട് കാറിൽ കയറാൻ ശ്രമിക്കുന്ന സാജിദിനെ മൂസ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അവസാനം സാജിദ് മൂസയെ കൊന്നിട്ട് അവിടെ നിന്നും പോകുന്നു. കെമിക്കൽ ഫാക്ടറിയിൽ മൂസ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കെമിക്കൽസ് എല്ലാം പൊട്ടിത്തെറിക്കുന്നതായി കാണിച്ചിട്ട് ഈ സീരീസ് അവസാനിക്കുന്നു.